സർക്കാർ രൂപീകരിക്കാൻ അവകാശമുന്നയിച്ച് നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു. രാഷ്ട്രപതി ഭവനിലെത്തിയ മോദി ഘടകകക്ഷികളുടെ പിന്തുണ കത്ത് കൈമാറി. പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് ഇത് മൂന്നാം ഊഴമാണ്. NDA സഖ്യത്തിന്റെ നേതാവായി മോദിയെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ചയാണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് നരേന്ദ്രമോദിയെ NDAയുടെ നേതാവായി തെരഞ്ഞെടുത്തത്. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് യോഗത്തിൽ മോദിയുടെ പേര് നിർദ്ദേശിച്ചു. അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്താങ്ങി. അംഗങ്ങൾ ഐക്യകണ്ഠേന കയ്യടികളോടെ മോദിയെ നേതാവായി അംഗീകരിച്ചു. തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ മോദി അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞു. പിന്നാലെ ഇന്ത്യ മുന്നണിക്കെതിരെ രൂക്ഷ വിമർശനം. 10 വർഷമായിട്ടും 100 സീറ്റ് തികയ്ക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ലെന്ന് മോദി കുറ്റപ്പെടുത്തി. സമവായത്തിലൂടെ രാജ്യത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ 10 വർഷം കണ്ടത് NDA സർക്കാരിന്റെ ട്രെയിലറാണ്. ഇനി പുതിയ ഇന്ത്യ, വികസിത ഇന്ത്യ, പ്രചോദനാത്മക ഇന്ത്യ എന്നതാണ് പുതിയ NDA എന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP-യായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുമെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചെന്നാണ് സൂചന. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. മോദിയുടെ പഴയ ടീമിനെ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ത്രിസഭാ രൂപീകരണമെന്നാണ് വിവരം. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, JP നദ്ദ എന്നിവരും മന്ത്രിസഭയിലുണ്ടാവും. ഘടകകക്ഷികൾക്കായുള്ള വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ തിരക്കിട്ട ചർച്ചകളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.